നമുക്ക് ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റാണ് വന്നിട്ടുള്ളത്. ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ്. മിറർ ഫോൾഡിങ് ഇടയായിട്ട് പോവാണ്. ഇതിൽ കമ്പനി ഒന്നും മിറർ കണ്ടില്ലേ, ഇൻഡിക്കേറ്ററും ഇല്ല, ഫോൾഡിങ്ങും ഇല്ല, നമുക്ക് ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ മാറ്റി ടോപ്പ് എൻഡിലെ മിറർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഡോർ പേഡും അതേപോലെ തന്നെ സൈഡ് പേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് വയറിംഗ് കിറ്റ് ആഡ് ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ ആ ഒറിജിനൽ ടോപ്പ് എൻഡിൽ വരുന്ന ആ ഒരു സെയിം സ്വിച്ച് തന്നെയാണ്, അതിൻ്റെ സെയിം വയറിംഗ് കിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഓട്ടോ ഫോൾഡിങ് കിട്ടാനുള്ള ഒരു സംഭവമാണ്. ലോക്ക് ചെയ്യുമ്പോൾ ഫോൾഡ് ആവുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കിറ്റിൽ സ്ലീവ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഇതേപോലത്തെ ഫ്ലെക്സിബിൾ സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ വയറിൽ ആഡ് ചെയ്യണം. എന്നാൽ തന്നെയാണ് ഭാവിയിൽ ഒരഞ്ഞു പൊട്ടലും കാര്യമൊന്നും ഉണ്ടാവില്ല. സെപ്പറേറ്റ് ഫ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ ഫ്യൂസേ പോവുള്ളൂ, വേറെ കമ്പനി വയറിംഗ് ആയിട്ട് ഒരു ടച്ചും വരുത്താണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോറിൽ നിന്ന് അപ്പുറത്തെ ഡോറിലേക്കാണ് വയർ വലിക്കേണ്ടത്. മെയിൻ യൂണിറ്റ് ഇരിക്കുന്നത് നമ്മളെ ഡ്രൈവർ സൈഡ് ഡോറിലാണ്. അതിന് മിറർ നമ്മൾ ജസ്റ്റ് കയറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെയും ഫോൾഡിങ് മിററിൻ്റെയും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്കിനി കണക്ട് ചെയ്യണം. ഈ ഒരു സൈഡ് നമ്മൾ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയറിംഗ് ഒക്കെ ഒതുക്കിയിട്ട് ടൈ അടിച്ച് ഇനിയിപ്പോൾ ഇളക്കോ ആയിട്ടൊന്നും വരാത്ത രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡ്രൈവർ സൈഡ് ഫുള്ളായിട്ട് ഒതുക്കാനുണ്ട്. ഓട്ടോ ഫോൾഡിങ്ങിനെയും അതേപോലെ തന്നെ നമ്മളെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വയറിംഗ് ഒക്കെ നമുക്ക് ഇനി ടൈ അടിച്ച് ഒതുക്കിയിട്ട് ആ ഒരു ഡോർ പേഡ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഇതിൽ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ് നമ്മളെ ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ്. പിന്നെ മിറർ കവർ നമ്മൾ ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്ലോസി ബ്ലാക്ക് ആകുമ്പോൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഷൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് റിമോട്ട് കീ എടുത്തിട്ട് ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോൾഡിങ് ആവുകയാണ്. അതേപോലെ തന്നെ അൺലോക്ക് ചെയ്യുമ്പോൾ അൺഫോൾഡ് ആവും. അപ്പോൾ ഇത്ര തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ ടോപ്പ് എൻഡിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡ് കൂടി കണ്ടില്ലേ, ഡോർ പേഡിൽ സെപ്പറേറ്റ് ഹോളൊന്നും ഇടണ്ട. ആ ഒരു മിറർ ഫോൾഡിങ്ങിൻ്റെ സ്വിച്ച് വരാനായിട്ടുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഡമ്മി ആയിട്ട്. ആ ഡമ്മി മാറ്റിയിട്ട് ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വയറിങ് ആഡ് ചെയ്യുക. കീ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്കയായിട്ടൊരു ലാഗും കൂടാണ്ട് തന്നെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഫോൾഡ് ആക്കാനുള്ള ഒരു സ്വിച്ചും കൂടിയും ആ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട്. ആ ഒരു സംഭവം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡും അതുപോലെ തന്നെ അൺഫോൾഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വിഫ്റ്റ് ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ.